എല്ലാവർക്കും കർത്താവിൻ്റെ പുനരുത്ഥാന പെരുന്നാളിൻ്റെ അനുഗ്രഹീത ആശംസകൾ നേരട്ടെ. നമ്മുടെ കർത്താവ് ഉയർത്തിരിക്കുന്നു. അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് ഓർത്തഡോക്സ് സഭയുടെ ഓരോ അംഗവും ഏറ്റുപറയുന്ന വിശ്വാസ സത്യമാണ്. ഇത് ഒരു ദിവസം പെട്ടെന്നുണ്ടായ ഒരു ഉയിർപ്പായി നമ്മൾ കാണുന്നത് ശരിയാവില്ല. ജനനം മുതലേ യേശുതമ്പുരാന് നേരിടേണ്ടി വന്ന പ്രതിബന്ധങ്ങളുടെയും പ്രതിസന്ധികളുടെയും അതിജീവനത്തിൻ്റെ പാരമ്യമാണ് ഉയർപ്പ് പെരുന്നാളിൽ നാം കാണുന്നത്. ജനിക്കുക എന്നുള്ളത് മനുഷ്യന് സ്വാഭാവികമാണ് എങ്കിലും ദൈവത്തിന് അതൊരു പ്രതിസന്ധിയാണ്. അനേകം ആളുകൾ ആ പ്രതിസന്ധിയെ അസാധ്യമായൊരു കാര്യമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ, പക്ഷേ ദൈവം അതിനെ അതിജീവിച്ച് ജനിക്കാൻ തയ്യാറായി. അവിടെ മുതൽ ഈ ഉയർപ്പിൻ്റെ ഓരോരോ നിമിഷങ്ങൾ നമുക്ക് കാണാം. കൊല്ലപ്പെടുവാൻ സാധ്യതയുണ്ടായിരുന്ന ഒരവസ്ഥയിൽ അത് സംഭവിച്ചിരുന്നുവെങ്കിൽ ഉയർപ്പേ സാധിക്കുമായിരുന്നില്ല. ഇതുപോലെ അനേക പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഓരോ നിമിഷത്തെയും ഉയിർപ്പിൻ്റെ നിമിഷങ്ങളാക്കി തീർക്കുകയും അവസാനം അതിൻ്റെ പാരമ്യത്തിൽ ഒഴിഞ്ഞ കല്ലറയിൽ അവൻ ഉയിർപ്പിനെ സാക്ഷാത്കരിക്കുകയും ചെയ്തു. യേശുതമ്പുരാൻ്റെ ഉയർപ്പ് അവൻ്റെ വ്യക്തിപരമായ ഒരു വിഷയമായും നമ്മൾ കാണരുത്. എന്തെന്നാൽ സർവ്വലോകത്തിൻ്റെയും സർവ്വകാലത്തെയും മനുഷ്യത്വത്തെ അവൻ ഉൾക്കൊണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി ഈ ഉയിർപ്പിനെ ബന്ധിപ്പിക്കേണ്ടതുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് തുടർച്ചയായ ചരിത്രഗതിയിലെ അതിജീവനത്തിൻ്റെ കഥയാണ് പറയുന്നത് എങ്കിൽ നമ്മുടേതും അങ്ങനെ തന്നെ ആയിരിക്കേണ്ടതാണ്. ഈ മാറി വരുന്ന ലോക സാഹചര്യം നമ്മിൽ ചെലുത്താൻ ശ്രമിക്കുന്ന സ്വാധീനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധത്തിലൂടെ ഉയർപ്പിനെ ദിവസവും നാം അനുഭവിക്കേണ്ടവരാണ്. നമ്മെ നാം അല്ലാതാക്കി തീർക്കുന്ന, ദൈവം സൃഷ്ടിച്ച നമ്മിലെ നന്മയെ നശിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് ഇന്ന് നമുക്ക് ചുറ്റും ഉള്ളത്. ആ സാഹചര്യങ്ങളെ കർത്താവ് എപ്രകാരം തൻ്റെ ജീവിതത്തിൽ ഉയർന്നു വന്ന പ്രതിസന്ധികളെ നേരിട്ട് ഉയർപ്പിൻ്റെ നിമിഷങ്ങളാക്കിയോ അതുപോലെ നാമും പ്രവർത്തിക്കേണ്ടതാണ്. ഇത് വലിയൊരു ഉത്തരവാദിത്വവും വെല്ലുവിളിയും അതേസമയം തന്നെ ഒരു സാധ്യതയുമാണ് നമുക്ക് മുമ്പിൽ വയ്ക്കുന്നത്. ഉയർപ്പ് പെരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിരന്തരമായ ഉയർപ്പിന് നമുക്ക് അവകാശമുണ്ട് എന്ന്. ഏതെല്ലാം പ്രതിസന്ധിയിൽ ഉൾപ്പെട്ടാലും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മെ ആ പ്രതിസന്ധികളിൽ നിന്ന് കരയേറാൻ, ഉയർപ്പിനെ ദൈനംദിന ജീവിതത്തിലെ അനുഭവമാക്കാൻ സഹായിക്കും എന്ന വാഗ്ദാനം ഉയർപ്പിൽ നമുക്ക് ലഭിക്കും. അതോടൊപ്പം ഈ ഉയർപ്പിനെ സാധ്യമാക്കി തീർക്കുന്ന പ്രതിബന്ധങ്ങളെ അതിജീവിക്കുന്ന ആത്മാവിനെ നഷ്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുമില്ല എന്നോർക്കണം. പ്രതിസന്ധികളിൽ തകർന്നു പോകാതെ, അതിന് കീഴ്പ്പെട്ടു പോകാതെ ജീവിക്കാനുള്ള ബാധ്യത ഈ ഉയർപ്പ് പെരുന്നാളിലെ പങ്കാളിത്തം നമുക്ക് നൽകുന്നതാണ്. MTVയുടെ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും അനുഗ്രഹം നിറഞ്ഞ, വാഗ്ദാനങ്ങൾ കൊണ്ട് സമ്പന്നമായ, പ്രത്യാശാപൂർണമായ ഈസ്റ്റർ ആശംസകൾ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും.